ഈ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കണം. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും കൾച്ചറിന്റെ ഒരു കൊളാബറേഷനാണ് തിരുവനന്തപുരത്തെ പൂജവയ്പ്. പൂജവയ്പ് എന്ന് പറയുമ്പോൾ വിജയദശമി. 200 വർഷങ്ങൾക്ക് മുമ്പ് സ്വാതി തിരുനാളിന്റെ കാലം മുതൽ തിരുവനന്തപുരത്തോട്ട് ആചരിച്ചിരുന്ന പൂജവയ്പ്പിന്റെ ഒരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ചോദിച്ചു നോക്കുക ഇവിടുത്തെ പൂജവയ്പ് എങ്ങനെയാണെന്ന്. അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പറയും. ഈ നവരാത്രി സമയത്ത് നിങ്ങൾ തിരുവനന്തപുരത്തോട്ട് ഉറപ്പായിട്ടും വേണം. നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് തിരുവനന്തപുരത്തെ നവരാത്രി. കേരളത്തിന്റെ ഭാഗമായിട്ടിരുന്ന നാഞ്ചനാട് തമിഴ്നാടിന് കൊടുത്തതിന്റെ ഭാഗമായിട്ട് എഴുതിപ്പിച്ച ഒരു ഉടമ്പടിയുടെ പ്രകാരമാണ് ഇന്നും തിരുവനന്തപുരത്തോട്ട് നവരാത്രി ഘോഷയാത്ര വരുന്നത്. നവരാത്രി വൃതാരംഭത്തിന് 4 ദിവസം മുന്നെയാണ് ഈ ഘോഷയാത്ര പുറപ്പെടുന്നത്. തമിഴ്നാട്ടിലെ സുചീന്ദ്രത്തിൽ നിന്ന് 300 തമിഴ്നാട്ടിലെ കുമാരകോവിൽ നിന്ന് കുമാരസ്വാമിയും പത്മനാഭപുരം കൊട്ടാരത്തിലോട്ട് എത്തും. പത്മനാഭപുരം കൊട്ടാരത്തിലെ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള സരസ്വതി ദേവിയുമായിട്ട് തിരുവനന്തപുരത്തോട്ട് യാത്ര ചെയ്യും. കൊട്ടാരത്തിലെ തിരുവിതാംകൂറിന്റെ ഉടപാട് കേരളത്തിന് കൈമാറുന്നതോടുകൂടി ഘോഷയാത്രയ്ക്ക് ആരംഭം. കമ്പ മഹർഷി പ്രാർത്ഥിച്ചിരുന്ന സരസ്വതി വിഗ്രഹമാണ് തിരുവിതാംകൂറിന്റെ പത്മനാഭപുരം കൊട്ടാരത്തിലുള്ളത്. കുമാരസ്വാമി വെള്ളിക്കുതിരയിലും സരസ്വതി ദേവി ആനപ്പുറത്തും 300 പല്ലക്കിലുമാണ് തിരുവനന്തപുരത്തോട്ട് യാത്ര തിരിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ നവരാത്രി ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് സരസ്വതി ദേവിക്ക് കൂട്ടായിട്ട് 300 കാവലായിട്ട് ദേവസേനാധിപതിയായിട്ടുള്ള കുമാരസ്വാമിയും വരുന്നു എന്നാണ്. ഈ 3 പേരുടെയും യാത്ര തിരുവനന്തപുരത്തിന്റെ ഉടയോനായിട്ടുള്ള പത്മനാഭസ്വാമിയുടെ മണ്ണിലോട്ടാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞിട്ട് ഈ 9 ദിവസവും സരസ്വതി ദേവി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിലാണുള്ളത്. കുമാരസ്വാമി ആര്യശാല ദേവി ക്ഷേത്രത്തിലോട്ട് 300 ചെന്തിട്ട ദേവി ക്ഷേത്രത്തിലോട്ടും യാത്ര ചെയ്യും. ഈ നവരാത്രിയുടെ 9 ദിവസവും ഇവർ 3 പേരും തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടാവും. നവരാത്രി സമയത്ത് തിരുവനന്തപുരത്ത് ഒരുപാട് ആഘോഷ പരിപാടികൾ, ഒരുപാട് രസകരമായിട്ടുള്ള സ്റ്റോറീസും ഇതിന് തിരുവനന്തപുരത്തിന്റെ നവരാത്രി ആഘോഷം ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരുടെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് തിരുവനന്തപുരത്തിന്റെ നവരാത്രി ആഘോഷങ്ങൾ കാണാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ സുഹൃത്തുക്കൾ ഇല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം.